അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നാമങ്ങൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ നൽകുമെന്ന് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ നാമങ്ങളും വളരെ മഹത്വമുള്ളതാണ്. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈസിയായിട്ട് പഠിക്കാൻ കഴിയുന്ന പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഈ 99 നാമങ്ങൾ കാണാതെ പഠിച്ചവർ സ്വർഗത്തിലാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സഹിക്കാൻ കഴിയാത്ത സങ്കടങ്ങൾ വരുമ്പോൾ, വിഷമിച്ചു തളർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ വിളിച്ചു പോകുന്ന ചില നാമങ്ങളുണ്ട്. സങ്കടങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ കണ്ണീരോടെ പറയാറില്ലേ, അള്ളാഹുവേ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, സങ്കടങ്ങൾ നീ അറിയുന്നില്ലേ, എൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറ്റണേ റബ്ബേ, എന്നെ സഹായിക്കണേ തമ്പുരാനെ. ഇതുപോലെ പ്രാർത്ഥിക്കാത്തവർ ആരും ഉണ്ടാവില്ല. നമ്മൾ ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അസ്മാഉൽ ഹുസ്നയിലെ നാമങ്ങളാണ്. യാ സമീഉ യാ അല്ലാഹ്, എല്ലാം കേൾക്കുന്നവനെ. യാ ബസീറു യാ അല്ലാഹ്, എല്ലാം കാണുന്നവനെ. യാ അലീമു യാ അല്ലാഹ്, എല്ലാം അറിയുന്നവനെ. യാ നാഫി യാ അല്ലാഹ്, സഹായം ചെയ്യുന്നവനെ. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. സഹായം ചെയ്യുന്നവനെ എന്ന അർത്ഥം വരുന്ന യാ നാഫിയു യാ അല്ലാഹ് എന്ന ഇസ്മിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഏത് വലിയ സങ്കടത്തിൽപ്പെട്ട് കിടക്കുകയാണെങ്കിലും, ഏത് വലിയ കുടുക്കിൽപ്പെട്ടവനായാലും രക്ഷപ്പെടുത്താൻ കഴിവുള്ള ഇസ്മാണ് യാ നാഫിയു യാ അല്ലാഹ് എന്ന ഇസ്മ. സഹായം ചെയ്യുന്നവനെ എന്ന് അർത്ഥമുള്ള ഈ ഇസ്മ ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ റബ്ബിൻ്റെ വലിയൊരു സഹായം ഉണ്ടാവുകയും നമ്മുടെ കാര്യങ്ങളെല്ലാം എളുപ്പമാവുകയും സന്തോഷമുള്ളതാവുകയും ചെയ്യും. ഈ ഇസ്മ പതിവാക്കുന്നവർക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകും. അവർക്ക് എല്ലാ കാര്യത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടാവും. ഈ ഇസ്മ 40 വട്ടം ചൊല്ലുകയും നമ്മുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന റബ്ബ് നമ്മുടെ ആ കാര്യവും നിറവേറ്റി തരുന്നതാണ്. സർവശക്തനായ ഏക ഇലാഹിൻ്റെ സഹായമില്ലാതെ ഒരു കാര്യവും നേടാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ജോലി സംബന്ധമായ കാര്യത്തിനോ പ്രശ്നങ്ങൾ കൊണ്ടോ സാമ്പത്തികമായോ മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ കടം കൊണ്ടോ അങ്ങനെ എന്ത് പ്രശ്നമാണെങ്കിലും ഈ ഇസ്മ ചൊല്ലി അള്ളാഹുവിനോട് സഹായം ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും. നമ്മൾ എന്ത് പ്രശ്നങ്ങളിൽ അകപ്പെട്ടാലും പ്രയാസങ്ങളിൽ അകപ്പെട്ടാലും യാ നാഫി യാ അല്ലാഹ് എന്ന ഇസ്മ ചൊല്ലി പ്രാർത്ഥിക്കുക. തീർച്ചയായും ആ കാര്യത്തിനുള്ള നല്ല മാർഗം അള്ളാഹു കാണിച്ചു തരും. ഒരിക്കലും നമ്മെ കൈവിടിയില്ല ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇഹലോക വിജയത്തിനായി നബിയുടെ പേരിൽ 10 സ്വലാത്ത് ചെല്ലാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു 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 അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.